താല്പര്യപ്പെട്ടു. ദൈവത്തിന്റെയും തന്നെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ വിശ്വാസികളുടെ സമൂഹമേ, രക്ഷാകരമായ വലിയ നോമ്പിന്റെ മൂന്നാമത്തെ ആഴ്ചയിലേക്ക് നാം വിശുദ്ധ കുർബാനയിലൂടെ പ്രവേശിക്കുകയാണ്. വലിയ നോമ്പിന്റെ ആദ്യ ആഴ്ച കൊത്തിനി ആഴ്ച എന്നും ആരംഭിക്കുന്ന ഞായറാഴ്ചയിൽ കൊത്തിനി ഞായർ എന്നും വിളിക്കുന്നു എന്ന് നമുക്ക് അറിയാം. രണ്ടാമത്തെ ആഴ്ച ഗർഭോ സൺഡേ എന്ന് വിളിക്കുന്നു. ഗർഭോ എന്ന് പറയുന്നത് കുഷ്ഠരോഗി എന്നാണ്. കുഷ്ഠരോഗിയുടെ ഞായറാഴ്ച. ആ ആഴ്ചയെ ഈ ഗർഭോ ആഴ്ച എന്ന് വിളിക്കുന്നതായിട്ട് കാണാം. മൂന്നാമത്തെ ആഴ്ചയിൽ ഇന്ന് നാം എത്തിയിരിക്കുന്നു. സ്മറിയോ അഥവാ പക്ഷപാതക്കാരൻ. കർത്താവ് പക്ഷപാതക്കാരനെ സൗഖ്യം നൽകിയതായ സമയം. ഈ ആഴ്ചയെയും ഈ പേരിലാണ് നാം വിളിക്കുന്നത്. വലിയ നോമ്പിന്റെ ഈ ദിവസങ്ങളിലൊക്കെയും കർത്താവ് അനേകർക്ക് അവരുടെ അടുക്കലേക്ക് ചെന്ന് അവർക്ക് സൗഖ്യം നൽകി അവരുടെ പ്രയാസങ്ങളിൽ നിന്ന് ദുരിതപൂർണമായ അവരുടെ ജീവിത സാഹചര്യങ്ങളിൽ അവരെ സഹായിക്കുവാനുള്ള ഒരു ശ്രമം, അവരെ രക്ഷിക്കുവാനുള്ളതായ ഒരു ശ്രമം നടത്തുന്നതാണ് കാണുന്നത് എന്നുള്ളത് ഓർമ്മിക്കുക. അതിൽ ഒന്നാമത്തെ സംഭവമാണ് ഒരു കല്യാണ വിരുന്നിൽ കുറവുകൾ ഉണ്ടായപ്പോൾ മാതാവിന്റെ അപേക്ഷ മാനിച്ച് ആ കുറവുകളെ പരിഹരിച്ചു കൊടുക്കുന്ന ഒരു യേശു. രണ്ടാമത്തെ ആഴ്ച നാം കണ്ടു, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കുവാനായിട്ട് കഴിയുമെന്ന് പറയുന്ന കുഷ്ഠരോഗിയുടെ അടുക്കലേക്ക് ഇറങ്ങിച്ചെന്ന് എനിക്ക് മനസ്സുണ്ട്, നീ ശുദ്ധനാകാം എന്ന് പറഞ്ഞ് അവരെ തൊട്ട് അവന് സൗഖ്യം കൊടുത്ത് അവനെ ബലപ്പെടുത്തുന്നവനായ യേശു. ഇന്ന് സ്റ്റോറി ഓഫ് എ പാരലൈറ്റിക് who was bedridden for 38 long years. 38 വർഷം തളർവാദ രോഗത്തിന് അടിമപ്പെട്ട് എഴുന്നേൽക്കുവാൻ കഴിയാതെ ഇരിക്കുന്ന ഒരു മനുഷ്യൻ. അവന് കർത്താവിന്റെ അടുക്കലേക്ക് 4 പേർ അവൻ കിടക്കുന്നതായ കട്ടിലോട് ചേർത്ത് ചുമന്നാണ് കൊണ്ടുവരും. അവനെ ക്രിസ്തുവിന്റെ മുൻപാകെ സമർപ്പിക്കുന്നു. ചുറ്റുമാണ് കൂടി നിൽക്കുന്നത് കൊണ്ട് ക്രിസ്തുവിലേക്ക് അവനെ അടുപ്പിക്കുവാനായിട്ട് കഴിയാതിരുന്നപ്പോൾ ക്രിസ്തു വസിച്ചതായ ആ ഭവനത്തിന്റെ മേൽപ്പര ഇളക്കി അതിനകത്തൂടെ കട്ടിൽ ഉൾപ്പെടെ ഈ മനുഷ്യനെ ഇറക്കി എന്നാണ് പറയുന്നത്. അവിടുത്തെ പാലസ്തീനിലെ അന്നത്തെ ഭവനങ്ങളുടെ പ്രത്യേക ഒരു കോണ്ടസ്റ്റ് അവിടെയുണ്ട്. നമ്മൾ വിചാരിക്കും ഒരു പെര പൊളിച്ചാണോ പ്രവർത്തിക്കുന്നത്. എന്നാൽ അതിനെ കുറെ ആത്മീയ അർത്ഥങ്ങൾ കൂടെയുണ്ട്. പലപ്പോഴും ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് ലഭ്യമാകാത്ത രീതിയിൽ ക്രിസ്തുവിന് ചുറ്റും വേലി കെട്ടിയും ക്രിസ്തുവിന്റെ ചുറ്റും നാം കൂടി നിൽക്കുകയും ചെയ്തിട്ട് മറ്റുള്ളവർക്ക് ക്രിസ്തുവിനെ കാണുവാൻ കഴിയാത്ത, ക്രിസ്തുവിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾ ലഭിക്കുവാൻ കഴിയാത്ത ദുർഘട സാഹചര്യങ്ങൾ ഉണ്ടാകും. അത്തരത്തിലുള്ള സാഹചര്യങ്ങളെ വിശ്വാസികളായ ഈ 4 മനുഷ്യർ വളരെ ബോധപൂർവം അല്പം വേദനയോട് കൂടി തന്നെ ആ സാഹചര്യങ്ങളെ മറികടന്നുകൊണ്ട് ഈ തളർവാദ രോഗിയെ കർത്താവിന്റെ അടുക്കൽ എത്തിച്ചു എന്നുള്ളത്. അപ്പോൾ കർത്താവ് അവന്റെ പാപങ്ങൾ മോചിക്കുന്നു, അവനോട്
എഴുന്നേറ്റ് കിടക്ക എടുത്ത് ഭവനത്തിലേക്ക് പോകുവാനായിട്ട് കഴിയും. തുടർന്ന് വരുന്ന ഞായറാഴ്ചകളുടെയും ഇതിവൃത്തം ഇപ്രകാരത്തിലുള്ള കാര്യങ്ങളാണ്. ഉദാഹരണത്തിന് 4-ാമത്തെ ഞായറാഴ്ച ക്നാനായക്കാരിയുടെ മകളിൽ നിന്ന് ഭൂതത്തെ പുറത്താക്കുന്ന ഒരു സംഭവമാണ് അടുത്ത ആഴ്ചയിൽ കാണുന്നത്. അവിടെയും വിധവയായ ഒരു സ്ത്രീ, കാരണം ഭർത്താവുണ്ട് എങ്കിൽ ഈ കുട്ടിയുടെ കാര്യം നോക്കുവാനായിട്ട് ഒരുപക്ഷെ ഭർത്താവിന് നേരിട്ട് ഇറങ്ങാം. വിധവയായ ഒരു സ്ത്രീ, ക്നാനായക്കാരിയാണ്, യവന സ്ത്രീയാണ്, അപ്പോൾ പുറജാതിക്കാരിയാണ്. അവൾ വളരെ ദുർഘടമായ ഒരു സാഹചര്യത്തിൽ ആകെ പ്രതീക്ഷയുള്ള ഒരു കുട്ടിയുണ്ടെന്നുള്ളതാണ്. ആ കുട്ടിക്ക് ബുദ്ധിയില്ലാത്തതുപോലെ, പിശാച് ബാധിച്ചതുപോലെയുള്ള പ്രകടനങ്ങളൊക്കെ കാണുന്നു. ദുഃഖിതയായ ഒരു അമ്മ, ആ അമ്മയ്ക്ക് ആശ്വാസം പകർന്ന് നിന്റെ മകൾക്ക് സൗഖ്യം ലഭിച്ചിരിക്കുന്നു എന്ന് പറയുന്നതായ ഒരു യേശു. ആ സമയത്ത് ആ കുഞ്ഞിന് സൗഖ്യം ലഭിക്കും. വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ 5-ാമത്തെ ആഴ്ചയിൽ നാം കാണുന്നത് ക്ലിപ്തോ എന്നാണ് പറയുന്നത്, കൂനിയായ ഒരു സ്ത്രീ. കൂനി രോഗം വന്നിട്ട് മുൻരോഗത്തിന്റെ പ്രത്യേകത എന്താ? അത് വരുമ്പോഴേ അറിഞ്ഞുകൊള്ളു അല്ലേ? അതിന്റെ ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ പന്നിയെ കണ്ടിട്ടില്ലേ, പിഗ്സ് അല്ലേ? പിഗ് മേളിലോട്ട് നോക്കുന്ന എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? പിഗ് ആകാശത്തേക്ക് നോക്കി നടക്കും ഇല്ല. അതിനെ സൃഷ്ടിച്ചിരിക്കുന്നത് ഇറ്റ് ഓൾവേസ് ലുക്സ് ഡൗൺ. മേലോട്ട് നോക്കണമെന്ന് വിചാരിച്ചാൽ പോലും 2 കാരണം കൊണ്ട് അതിന് സാധിക്കുകയില്ല. ഒന്ന്, തടിച്ച കഴുത്താണ്, അതുകൊണ്ട് തല മേലോട്ട് നോക്കാൻ ഒക്കില്ല. 2, തല മേലോട്ട് നോക്കുമ്പോൾ മുൻവശം, തലയുടെ മുൻവശത്തിലെ നീണ്ടിരിക്കുകയാണ്, അത് ഈ കണ്ണിനെ ബ്ലോക്ക് ചെയ്യും. നിലത്ത് കിടന്ന് മലർന്ന് കിടന്നാലോ എന്ന് വിചാരിച്ചാലും കണ്ണ് അടിയിൽ പോകും. അതിന്റെ മുകളിൽ മൂക്കും വായും കൂടി നിങ്ങൾ ഇനി ഒരു പന്നിയെ കാണുമ്പോൾ ശ്രദ്ധിച്ചാൽ. സോ അതിന് മുകളിലോട്ട് നോക്കാൻ ഒക്കില്ല. കൂനി രോഗത്തിന്റെയും അവസ്ഥ അത് തന്നെയാണ്. Always looking downwards, not in a position to stand well. Like, ആരാധനയിൽ ഇടയ്ക്കിടയ്ക്ക് പറയും let us stand well എന്ന് പറയും. ഏത് ഭാഗത്താന്ന് പറയാമോ നിങ്ങൾക്ക്? ഞാനത് പ്രത്യേകം ശ്രദ്ധിച്ചു. വളരെ വെടിക്കുകളായിട്ട് കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ നല്ല ഒന്നാന്തരമായിട്ട് പാട്ടുകളാണ്. They are in white dress and very lovely and they are singing very well. ആൺകുട്ടികൾ പെൺകുട്ടികൾ ജനോയെ പ്രത്യേകമായിട്ട് അക്കാര്യത്തിൽ അഭിനന്ദിക്കുകയാണ്. അച്ഛൻ നിർദ്ദേശം തന്നിട്ടുണ്ടാകാം. നിങ്ങൾ വളരെ ഭംഗിയായിട്ട് അത് പാലിച്ചു. എല്ലാവരും കഴിവതും വെള്ള വസ്ത്രങ്ങളും ഒക്കെ കൊടുത്ത് ഇന്ന് ദേവാലയത്തിലുണ്ട് എന്ന്. ഇപ്പോഴ് എന്താണ് ചോദ്യം? എവിടെയാണ് ലെറ്റ് us stand well എന്ന് പറയുന്നത്? നമ്മളത് ഗ്രീക്ക് ഭാഷയിലാണ് പറയുന്നത്. കുർബാനവധി പറയാവോ? പറയാവോ? അറിയാവുന്നതാണെന്നേ സമാനക്കാരെന്ന് പറഞ്ഞേ. സ്തൗമെൻ കാലോസ് അല്ലേ? സ്തൗമെൻ കാലോസ് എന്ന് പറഞ്ഞ അർത്ഥം എന്താ? സ്തൗമെൻ കാലോസ്, let us stand well, let us stand beautifully എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്താ? കുഴപ്പി അടിക്കാതെ ദൈവസന്നിധിയിൽ നമുക്ക് ഭംഗിയായിട്ട് നിൽക്കണം, സ്ട്രെയിറ്റ് ആയിട്ട്, അറ്റൻറ്റീവ് ആയിട്ട് അല്ലേ? ലെറ്റ് us attend well. ഇതാണ് ശുശ്രൂഷക്കാരൻ ഉറക്കെ വിളിച്ച് പറയുന്നത്. അപ്പൊ നമ്മൾ മറുപടി പറയുകയാണ് Lord have mercy. അല്ലേ? Lord have mercy upon us. ഈ ഉയർന്നു നിൽക്കുവാൻ, എഴുന്നു നിൽക്കുവാൻ
നിൽക്കുവാൻ സാധിക്കാത്തവർക്കാണ് എഴുന്നേൽക്കുമ്പോഴുള്ള സന്തോഷം കൂടുതൽ അറിയുന്നത്. നമ്മളൊന്ന് എഴുന്നേറ്റ് നിൽക്കുമ്പോൾ നമുക്കൊരു പ്രയാസം നമുക്കൊന്നും തോന്നുന്നില്ല. അതിനൊന്നും ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ പലപ്പോഴും നമ്മൾ മറന്നു പോകുന്നു. എന്നാൽ എഴുന്നേറ്റ് നിൽക്കുവാൻ സാധിക്കാത്തവരുടെ അവസ്ഥ ദുർഘടമായ അവസ്ഥ. കർത്താവ് ആ കൂനിക്ക് സൗഖ്യം നൽകുകയാണ്, അവളെ പിടിച്ച് ഉയർത്തുകയാണ്, അവളുടെ ദർശനം സ്വർഗത്തിലേക്ക് ആകുവാനുള്ള ഒരു അവസരം കൊടുക്കുകയാണ്. വീണ്ടും 6ാമത്തെ ആഴ്ച എന്ന് പറയുന്നത് പറയാവുന്നതിലും അവസാനത്തെ ആഴ്ച കുരുടനെ സൗഖ്യം കൊടുത്തതായ ഞായറാഴ്ച. യോഹന്നാന്റെ സുവിശേഷത്തിൽ പ്രത്യേകമായി 9-ാം അധ്യായം പിറവിക്കുരുടനായ മനുഷ്യനെ സൗഖ്യം കൊടുക്കുന്നതായ കാഴ്ചയാണ് അന്ന് നാം കാണുന്നത്. അവിടെ എന്താ പ്രശ്നം? കുരുടന്റെ അവസ്ഥ എന്താണെന്ന് കുറച്ചെങ്കിലും ഒന്ന് അറിയണമെങ്കിൽ ഒരു ദിവസം ഒന്ന് കണ്ണ് കെട്ടിവെച്ചിട്ട് നടക്കും. ഇടയ്ക്ക് തുറന്നു നോക്കരുത്. കണ്ണ് ഒരു ദിവസം പൂർണ്ണമായിട്ട് കെട്ടിവെച്ചിട്ട് ഇത് ചിരിക്കുക. ഇത് വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യും, ഏതായാലും കണ്ണ് കാണാൻ പോയി അന്ന് കിടന്ന് ഉറങ്ങിയിട്ടാണ് ഉറങ്ങാൻ നേരം കിട്ടുകയില്ല ഈ പണിയിൽ. അപ്പം ഒരു ദിവസം കണ്ണ് കെട്ടി വെച്ചാലേ എന്നാ പിന്നെ സുഖമാണല്ലോ, ഒറ്റ ഉറക്കം. ചാപ്പാട് ഒരു നേരം കഴിച്ചാൽ മതി എന്നുള്ളൊരു ചിന്ത. അന്നേരം നന്നായി കഴിക്കും, പിന്നെ അടുത്ത ദിവസം കഴിക്കും. എന്നാ കിട്ടിയ നേരമല്ലേ ഉറങ്ങിയേക്കാം. അങ്ങനെയല്ല, തമാശായി പറഞ്ഞതാണ്, ഗർവക്കാരനായതുകൊണ്ട് പറഞ്ഞതാണ്. കണ്ണു കാണാതെ നടന്നു നോക്കണം, അപ്പൊ അറിയാം അതിന്റെ സുഖം എന്താണ്. അപ്പോൾ പിറവിക്കുരുടനെ സൗഖ്യം കൊടുക്കുന്നു, വെളിച്ചം നൽകുന്നു. അതിനുശേഷമാണ് വലിയ നോമ്പിന്റെ പരമമായ ആ അനുഭവത്തിലേക്ക്, ആശാഴ്ചയിലേക്ക്, ഊശാന പെരുന്നാളിൽ നാം എത്തിച്ചേരുന്നു. അപ്പോൾ കാനാവ് മുതൽ കർത്താവിന്റെ വിവിധ അത്ഭുതങ്ങളിലൂടെ, ഈ 7 അത്ഭുതങ്ങൾ മാത്രമല്ല, ഒട്ടനവധി കാര്യങ്ങൾ അനേകർക്ക് സൗഖ്യം കൊടുത്തതായിട്ട് നാം വായിക്കുന്നു. ഈ ജനതതി മുഴുവൻ ഒന്നു ചേർന്ന് ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് യെരുശലേമിലേക്ക് യാത്രയാവുകയാണ്. ഇതിന്റെ മറ്റൊരു തലം ഇന്നത്തെ നമ്മുടെ ഒരു സാമൂഹിക തലം കൂടെ ചെറുതായിട്ടൊന്ന് വിവരിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിച്ചുകൊള്ളാം. എന്താണ് വെള്ളത്തെ വീഞ്ഞാക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അവിടെ അർത്ഥമാക്കുന്നത്? ഇറ്റ് ഈസ് എ ടോട്ടൽ ട്രാൻസ്ഫോർമേഷൻ. വെള്ളം എന്ന് പറയുന്നത് പഞ്ചഭൂതങ്ങളിൽ, ദി ബേസിക് 5 എലമെന്റ്സിൽ ഫസ്റ്റ് എലമെന്റ് ആണ്. ഏതൊക്കെയാണ് ബേസിക് എലമെന്റ്സ്? 5 എലമെന്റ്സ്. വാട്ടർ, ഫയർ, സ്പേസ്, earth and ether. Beyond the space, beyond the space. The first space we call air and the space. So to make it clear, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. വെസ്പ ഇതൊന്ന് പഠിച്ചാൽ മതി. എന്താണെന്നറിയാമോ? വാട്ടർ, earth, space, fire and air. WESFA. Vespa. Water, earth, space, fire and air. Okay? ഇതിൽ ആദ്യത്തേത് വാട്ടറാണ്. വെള്ളത്തിലാണ് ജീവൻ ഉണ്ടാകുന്നത്, അല്ലേ? The spirit of the Lord was brooding over waters. ജലത്തിന്റെ മുകളിൽ ദൈവത്തിന്റെ ആത്മാവ് പരിവർത്തിച്ചുകൊണ്ടിരുന്നു. കാനാവ് നൽകുന്നതായ വലിയ സന്ദേശം ഇതാണ്. ജലത്തിന്റെ മുകളിൽ പ്രവർത്തിക്കുന്ന
ജലത്തെ രൂപാന്തരപ്പെടുത്തുന്ന, പ്രപഞ്ചത്തെ മുഴുവൻ ശുദ്ധീകരിക്കുന്ന ആ ദൈവം ഇതാ ഇവിടെ കാനാവിൽ അവതരിച്ചിരിക്കുന്നു, ലോകത്ത് അവതരിച്ചിരിക്കുന്നു. സർവത്തെയും രൂപാന്തരപ്പെടുത്തുന്ന കർത്താവ്. നമുക്ക് വളരെ പെട്ടെന്ന്, സമയം അനുവദിക്കുന്നില്ലെങ്കിൽ വളരെ പെട്ടെന്ന് ഈ ഓരോരാഴ്ചകളിലൂടെ ഒരിക്കൽ കൂടി കടന്നു പോകാം. ആദ്യം ആ കഥകൾ നമ്മൾ പറഞ്ഞു. രണ്ടാമത്തെ ആഴ്ചയിൽ നമ്മൾ എന്താ കണ്ടത്? കുഷ്ഠരോഗി. എന്താണ് അതിന്റെ അർത്ഥം? എ മാൻ വിത്ത് ഡിഫോർമേറ്റീവ് ഡിസീസ്. ശരീരം അഴിഞ്ഞ് പോകുന്നു. കുഷ്ഠരോഗം ഇന്ന് ഒരുപക്ഷെ നമുക്ക് അത്ര കാണാൻ ഒക്കുന്നില്ല. അത് മിക്കവാറും നിർമ്മാർജ്ജനം ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇപ്പോഴും കുഷ്ഠരോഗം സമൂഹത്തിലുണ്ട്. ഇന്ന് മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ശരീരത്തിനല്ല, മനസ്സിനാണ് കൂടുതൽ കുഷ്ഠം. ശരീരത്തിന് കുഷ്ഠമല്ല, അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. എന്താണ്? കുഷ്ഠരോഗം ഡീക്കേ ഓഫ് സെൽസ് ആണ് എങ്കിൽ ഇന്നത്തെ നമ്മുടെ അസുഖം എന്താണ്? എക്സ്ട്രാ ഗ്രോത്ത് ഓഫ് സെൽസ് ആണ്. ഹരിയാനയിൽ മിക്കവാറും എല്ലാവരും നഴ്സുമാരും ഹോസ്പിറ്റൽ അസിസ്റ്റൻസും ഒക്കെയാണെന്ന് എനിക്കറിയാം. ഞാനും ചില ആവശ്യങ്ങൾക്ക് നമ്മുടെ ജോസിന്റെ ആശുപത്രിയിലാണ് വന്നിട്ടുള്ളത്. മുകേഷ് ദേശായി പോലെയുള്ള വലിയ കിഡ്നി സ്പെഷ്യലിസ്റ്റും കിഡ്നി ഹോസ്പിറ്റലും ഒക്കെയുള്ള സ്ഥലമാണ്. അത് ഞാൻ കുറിച്ചിട്ട് വേണം പറയാനായിട്ട്. But in one word, if leprosy is a disease of decaying your cells, ഇന്ന് നമുക്കുള്ള രോഗം എന്താണ്? മിക്കവാറുമൊക്കെ അത് മനസ്സിൽ ഇതെല്ലാം ഉണ്ട്, കുഷ്ഠമുണ്ട്. മനസ്സിൽ പാപപുണ്ണ് ഉണ്ട് ഇല്ല എന്ന് പറഞ്ഞാൽ ഒന്നും സമ്മതിക്കുകയില്ല. ഇന്നലെ ഒരു അച്ഛൻ, സ്ഥലമൊന്നും ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദിക്കാം. ഒരു വലിയ പള്ളിയിൽ 2 വികാരിമാരുണ്ട്. വികാരിയുണ്ട്, സഹവികാരിയുണ്ട്. വന്നിട്ട് പറഞ്ഞു, തിരുമേനി ഇന്ന് രാത്രി ഞങ്ങളുടെ ഫൈനൽ ലിസ്റ്റാണ് ഇലക്ഷന്റെ. പാർലമെന്റ് ഇലക്ഷൻ അല്ല, പള്ളിയിലെ ഇലക്ഷൻ. 23-ാം തീയതി ഇലക്ഷനാണ്, ഇന്ന് ഫൈനൽ ലിസ്റ്റാണ്. അതുകൊണ്ട് അനുതാപം ഉണ്ടാകുന്നത് രാത്രി 12 മണി 1 മണി വരെയുള്ള നേരത്താണ്. തിരുമേനി അച്ഛൻ എനിക്കൊന്ന് കുമ്പസാരിക്കണം. ഓടി വന്ന് കുമ്പസാരിക്കാൻ മുൻകൂട്ടി കഴിയുമ്പം ആദ്യം ഉപദേശം കൊടുക്കും. ഈ അച്ഛന്മാരും മനുഷ്യനാണെന്ന് പോലും ചിലപ്പോൾ ഓർക്കുകയില്ല. ആദ്യം ഉപദേശം കൊടുക്കും, എന്നിട്ട് പാവം പറയുമ്പോ പറയുന്നേ പാവമൊന്നുമില്ല. അപ്പൊ എന്തിനീ കുമ്പസാരിക്കാൻ വന്നിരിക്കുന്നേ? എലക്ഷൻ വോട്ട് ചെയ്യണമെങ്കിൽ കുമ്പസാരിക്കാൻ അതിനുവേണ്ടി വന്നിരിക്കുന്നത്. ഞാൻ അച്ഛന്മാരോട് പറഞ്ഞു, അങ്ങനെ ആദ്യം ചോദിക്കണം, ഇത് വോട്ട് കുമ്പസാരമാണോ അനുതാപത്തിന്റെ കുമ്പസാരമാണോ? വോട്ട് കുമ്പസാരമാണെങ്കിൽ നേരെ രജിസ്റ്റർ എടുത്ത് കൊടുക്കുക, അവർ ഒപ്പിട്ടിട്ട് പോട്ടെ, വിഷയമല്ല ഞാൻ പറഞ്ഞത്. അപ്പൊ നമുക്കിപ്പോ മനസ്സിൽ പുസ്തകമൊന്നും ഇല്ല. അപ്പൊ അച്ഛന്മാര് പറയായിരുന്നു ഇന്നലെ വന്നിട്ട്, തിരുമേനി ഇത് തിരുമേനിയുടെ പ്രവർത്തനം കൊണ്ടാണോ അതോ ഞങ്ങളുടെ വികാരിമാരായിട്ട് ഇരുന്ന് ഞങ്ങളിലൂടെയുള്ള പ്രവർത്തനം കൊണ്ടാണോ അറിഞ്ഞുകൂടാ. നമ്മുടെ വലിയ പള്ളിയിലെ പാവികൾ ആരുമില്ല. അവർ കുമ്പസാരിക്കാൻ പറഞ്ഞപ്പോ ഞങ്ങൾക്ക് പാവമൊന്നുമില്ല. അച്ഛൻ വളരെ ദുഃഖത്തോടെ പറഞ്ഞു, 18-19 വയസ്സുള്ള ഒരു പെൺകൊച്ചൻ കുമ്പസാരിക്കാൻ വന്നു. അപ്പൊ അവളോട് ചോദിച്ചപ്പോൾ പറഞ്ഞു അവൾക്ക് പാവമൊന്നുമില്ല. അപ്പൊ അച്ഛൻ അബദ്ധത്തിന് ഒന്നുകൂടെ എടുത്തു ചോദിച്ചു, മോളെ ഒരു പാവവും ചെയ്തിട്ടില്ല. അപ്പൊ അവിടെ അല്പം ഇൻട്രോഗേറ്റീവായിട്ട് അച്ഛനോട് ചോദിച്ചു, നീ ഞാൻ പാവമല്ലോ ഉണ്ടാക്കി പറയണോ അച്ഛന് കേൾക്കാനായിട്ട്? നോ എക്സാജറേഷൻ. ഇന്നലെ ബഹുമാനപ്പെട്ട ടിജു അച്ഛൻ, എനിക്ക് 6 പേര് പറയുന്നതിൽ ഒരു ബുദ്ധിമുട്ടില്ല. അഹമ്മദാബാദ് കത്തീഡ്രൽ പള്ളിയിലെ അവസ്ഥ ടിജു അച്ഛൻ പറഞ്ഞതാണ്. ഞാൻ കത്തീഡ്രൽ പള്ളിയെന്നല്ല, എന്റെ ആരെയും കുറ്റം പറയാറില്ല, കുറ്റം പറയുന്നതുമല്ല. നമുക്കിതിനെ കുറിച്ചുള്ള ബോധ്യം പലപ്പോഴും ഇല്ലാതെ പോകുന്നു. വാട്ട് ഈസ് എ ട്രൂ റിപ്പന്റീവ് കൺഫെഷൻ? വി ഡോണ്ട് നോ. അനുതാപത്തിന്റെ കണ്ണുനീരും ഇന്ന് കുറഞ്ഞു വരുന്നു. പോകട്ടെ, നമ്മള് കുഷ്ഠരോഗത്തെ കുറിച്ച് പറഞ്ഞപ്പോഴായിരുന്നു പറഞ്ഞത്. എന്താണ് കുഷ്ഠരോഗത്തിനെതിരെ ഇന്ന് നമുക്കുള്ള അസുഖം? എന്താണ്? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ
എക്സ്ട്രാ ഗ്രോത്ത് ഓഫ് സെൽസ് അല്ലേ? ഇന്ന് കുഷ്ഠരോഗമല്ല, അതിന് പകരം ക്യാൻസർ ആണ്. ക്യാൻസർ എന്ന് പറഞ്ഞാൽ എന്താ? ആക്ച്വലി it's an additional growth of cells, unwanted growth of cells at unwanted places, which becomes tumors, and then it becomes malignant, and it becomes cancerous, and that finally ultimately kills you. Am I right? പോട്ടെ, ഈ കുഷ്ഠരോഗി അവനെ പറഞ്ഞാൽ കുഷ്ഠരോഗിയെ കുറിച്ച് is a representative of deformative disease. He is a representative of untouchables. അല്ലേ? ഒരു കുഷ്ഠരോഗിയെ ആരും പോയി തൊടുകയില്ല. അല്ലെങ്കിൽ ഫാദർ ഡാമിയാനൊക്കെ ആയിരിക്കും, മദർ തെരേസയൊക്കെ ആയിരിക്കും. സാധാരണക്കാരും ഒരു കുഷ്ഠരോഗിയെ പോയി തൊടാനായിട്ട് ഇഷ്ടപ്പെടുകയില്ല. എയ്ഡ്സ് നമ്മൾ തൊട്ടാൽ പകരില്ല, പകരാത്ത രോഗമാണ്. അങ്ങനെ പകരുന്ന രോഗമല്ല. നമ്മുടെ വിസർജ്യങ്ങളിൽ നിന്നും അങ്ങനെയൊക്കെയാണ് എയ്ഡ്സ്. മറ്റ് ശരീരസ്രവങ്ങളിൽ നിന്നാണ് എയ്ഡ്സ് പകരുള്ളൂ എന്നറിയാം. പക്ഷെ എന്നാലും ഒരു എയ്ഡ്സ് രോഗിയോടൊപ്പം ഭക്ഷണം കഴിക്കണമെന്നോ അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് നിൽക്കുന്ന ആളെ എയ്ഡ്സ് രോഗിയാണെന്നോ അറിഞ്ഞാൽ നമ്മുടെ അവസ്ഥ, നമ്മുടെ മാനസിക ഭാവം എന്താണ്? ഞാൻ പറഞ്ഞത്, Christ touched this untouchable, this deformity, and gave him formation, a reformulation of his deformative disease. മൂന്ന്, ഇന്ന് നാം കാണുന്നത് ഒരു പക്ഷപാതക്കാരനെ, ഒരു പാരലറ്റിക്. എന്താണ് അതിന്റെ അർത്ഥം? downtrodden people in the society. Play. Those who are really helpless. നമ്മുടെ ഹ്യൂമൻ കോണ്ടക്സ്റ്റിലൊക്കെ ഒരുപാട് ഹെൽപ്ലെസ് ആയിട്ടുള്ള ആളുകളുണ്ട്. മാർജിനലൈസ്ഡ് ആയിട്ടുള്ളത്, ഡൗൺട്രോഡൻ ആയിട്ടുള്ളത്. അവർക്ക് ഒരു കൈ കൊടുത്ത് അവരെ ഒന്ന് സഹായിക്കാൻ ഒരുപക്ഷെ കർത്താവാകാൻ നമുക്ക് സാധിച്ചില്ലെങ്കിലും അവരെ കൊണ്ടുവന്ന അല്ലേ, ചുമന്നുകൊണ്ടുവന്ന അവിശ്വാസികളായ 4 മനുഷ്യർ, അവരിൽ ഒരാളാകുവാനെങ്കിലും നമുക്ക് കഴിയുമോ എന്ന് ചിന്തിക്കും. So, a universal transformation, touching the untouchable, correcting his deformation, and helping the paralytic to come out. Those who are strategically poor, helping them through social works. വീണ്ടും എന്താണ് അടുത്ത ആഴ്ചയിൽ ഞാൻ പറഞ്ഞു, ജ്ഞാനായക്കാരി. ഇതിന്റെ അർത്ഥം എന്താണ്? She is a woman, marginalized as woman, marginalized as Gentile, Dalit, Gentile, not in same mainstream, and also she is marginalized as a widow. അങ്ങനെയുള്ള ഒരു പാവപ്പെട്ട സ്ത്രീ, അവളിലേക്ക് എത്തുവാനായിട്ട് കഴിയും. പിന്നത്തെ ആഴ്ച നമ്മൾ കണ്ടു, പുറപ്പുറ മനസ്സിൻ്റെതും വ്യക്തിപരവുമായിട്ടുള്ള കാര്യങ്ങളാണ് ഊരിക്ക് നിവർന്നു നിൽക്കുവാൻ. ഇന്ന് സമൂഹത്തിന്റെ വിവിധ ഭാരങ്ങൾ കൊണ്ട് ഊണുപോയിട്ടുള്ളൊരു സമൂഹമുണ്ടെങ്കിൽ അതിനെ നിവർത്തുവാൻ, കണ്ണില്ലാത്തൊരു സമൂഹമുണ്ടെങ്കിൽ ഇതിന് കാഴ്ച നൽകുവാൻ, അവരെല്ലാം കൂട്ടി യെരുശലേമിലേക്ക് യാത്ര ചെയ്യുവാൻ. ആ ഒരു അനുഭവമാണ് ഈ വലിയ നോവ് എന്ന് ഓർത്തിരിക്കണം. ആ അനുഭവത്തിലൂടെ വളരുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഒരിക്കൽ കൂടെ ഞാൻ ആവർത്തിക്കുന്നു, ഈ പക്ഷപാതങ്ങൾക്ക് സൗഖ്യം ലഭിച്ചതായ ഈ ആഴ്ചയിൽ ഒരുപക്ഷെ അവന് സൗഖ്യം കൊടുക്കുന്ന ക്രിസ്തുവിന്റെ ഭാഗമാകുവാൻ, ക്രിസ്തുവാകുവാൻ ഒരുപക്ഷെ സാധിച്ചിട്ടില്ലെങ്കിൽ അവരെ ക്രിസ്തുവിലേക്ക് എത്തിക്കുവാനായിട്ട് പരിശ്രമിച്ച ആ നല്ല മനുഷ്യരുടെ ഗണത്തിലെങ്കിലും ദൈവമേ ചേർക്കപ്പെടുവാൻ ഞങ്ങൾ യോഗ്യരാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് ആയതിന് നമ്മെ സഹായിക്കട്ടെ.